ഇന്ന് പ്രചാരണം അവസാനിക്കാനിരിക്കെ കർണാടകത്തിലും തമിഴ്നാട്ടിലും ആദായ നികുതി വകുപ്പിന്റെ വ്യാപക റെയ്ഡ്. കർണാടകത്തിൽ കോൺഗ്രസ് JDS നേതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലുമാണ് പരിശോധന നടക്കുന്നത്. പൊതുമരാമത്ത് മന്ത്രി HD രേവണ്ണയുടെ ഹാസനിലെ വീട്ടിലും റെയ്ഡ് തുടരുകയാണ്. തമിഴ്നാട്ടിൽ DMK നേതാക്കളുടെ വീടുകളിൽ പരിശോധന നടക്കുന്നുണ്ട്. DMK സ്ഥാനാർത്ഥിയുടെ ഓഫീസിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം പിടിച്ച വെല്ലൂരിൽ വോട്ടെടുപ്പ് മാറ്റാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റുകളിലും കർണാടകത്തിൽ 14 സീറ്റുകളിലും ഉൾപ്പെടെ 97 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക. KP അഭിലാഷ് ചേരുന്നു വിവരങ്ങളുമായി. അഭിലാഷ്, നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന ശാസന ഉണ്ടായിരുന്നു, നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് റെയ്ഡ് നടത്തുന്നത് എന്ന രീതിയിൽ. പക്ഷേ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് വോട്ടെടുപ്പ് കടക്കുമ്പോൾ ആദായ നികുതി വകുപ്പ് വ്യാപകമായി പരിശോധന നടത്തുന്നു. എന്ത് സന്ദേശമാണ് നൽകുന്നത്? കാര്യമായ രീതിയിലുള്ള തെളിവുകൾ അവർക്ക് ഇക്കാര്യത്തിൽ ലഭിച്ചു എന്ന് വേണമോ കരുതാൻ? രഞ്ജിത്ത്, 97 മണ്ഡലങ്ങളിലെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുമ്പോഴാണ് 14 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കർണാടകത്തിൽ വ്യാപകമായ റെയ്ഡ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കർണാടക രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു യെദ്യൂരപ്പ ഡയറിയുടെ ദൃശ്യങ്ങൾ അടക്കം കോൺഗ്രസ് പുറത്തുവിട്ടുകൊണ്ട് വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടാക്കുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചത്. ഇതിന് ഇടയിലാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ വ്യാപകമായ റെയ്ഡ് കർണാടകത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളുടെയും JDS നേതാക്കളുടെയും വസതികളിലും വീടുകളിലും ഓഫീസുകളിലുമാണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രിമാരുടെ വസതികളിൽ അടക്കം ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുകയുമാണ്. അതേസമയം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദായ നികുതി വകുപ്പിനെ കൃത്യമായ റിപ്പോർട്ട് നൽകണം, ഏത് പശ്ചാത്തലത്തിലാണ് റെയ്ഡ് നടക്കുന്നത്, എവിടെയൊക്കെയാണ് റെയ്ഡ് നടത്തുന്നത്, റെയ്ഡ് നടത്തുന്നതിന് മുമ്പ് കൃത്യമായ വിവരങ്ങൾ പങ്കുവെക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരും വ്യാപകമായ തെരച്ചിലുകളും പരിശോധനയും നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ വെല്ലൂരിൽ നിന്ന് പണം കണ്ടെത്തുകയും ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം കള്ളപ്പണം ഉൾപ്പെടെയുള്ളവ, വ്യാജമദ്യം, മയക്കുമരുന്ന്, കള്ളപ്പണം ഉൾപ്പെടെയുള്ളവ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരും പിടിച്ചെടുത്തത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. അതിൽ തന്നെ ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയും ചെയ്തിരിക്കുന്നു. പിന്നീടാണ് കർണാടകത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് വ്യാപകമായ റെയ്ഡ് നടക്കുന്നത്. ഈ റെയ്ഡുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി അനുമതിയോടുകൂടിയാണോ, അവരെ അറിയിച്ചതിന് ശേഷമാണോ ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡുമായി മുന്നോട്ട് പോകുന്നത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ സാധിക്കുന്നില്ല. നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നില്ല. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണം അവസാനിക്കുന്നതിനിടയിലാണ് കർണാടകയിൽ വലിയ രാഷ്ട്രീയ പോര് നിലനിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കർണാടകം എന്നത് നമുക്കറിയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം BJPക്ക് നടത്താൻ സാധിച്ചുവെങ്കിലും കോൺഗ്രസും ജനതാദളും കൈകോർക്കുകയും അങ്ങനെ ഏറ്റവും അധികം സീറ്റുകളിൽ ലഭിച്ച BJPയെ കളത്തിന് പുറത്തിരുത്തിക്കൊണ്ട് സംസ്ഥാന നിയമസഭ ഭരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോക്സഭയിലേക്ക് വരുമ്പോൾ കർണാടകം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായി മാറുന്നത്. ഇവിടെ ഭരണ സംവിധാനങ്ങളെയും അന്വേഷണ ഏജൻസികളെയും ഒക്കെ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന പശ്ചാത്തലമുണ്ട്. തമിഴ്നാട്ടിലും കർണാടകത്തിലും പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുകയും ചെയ്യുന്നു. ഏതൊക്കെ പ്രധാന സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു? ഈ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ചൂട് ഏത് ഘട്ടത്തിലാണ്? ഒപ്പം പ്രധാന നേതാക്കളൊക്കെ എത്തി പ്രചരണം നടത്തിയിരുന്നു ഇവിടങ്ങളിലൊക്കെ. രഞ്ജിത്ത്, 13 സംസ്ഥാനങ്ങളിലെ 97 ലോക്സഭാ സീറ്റുകളിലാണ് ഇന്ന് പരസ്യപ്രചരണം പൂർത്തിയാകുന്നത്. അതിൽ ഏറ്റവും അധികം സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. രണ്ടാം ഘട്ടത്തിൻ്റെ പ്രത്യേകത എന്നത് ഈ 7 ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കേരളം ഉൾപ്പെടുന്ന മൂന്നാം ഘട്ടത്തിലാണ്. 115 സീറ്റുകളിലേക്കാണ് മൂന്നാം ഘട്ടത്തെ തെരഞ്ഞെടുപ്പ്. എന്നാൽ ഇത് കഴിഞ്ഞാൽ ഏറ്റവും അധികം സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നത് വ്യാഴാഴ്ചയാണ് എന്ന പ്രത്യേകതയുണ്ട്. 97 മണ്ഡലങ്ങളിൽ 39 മണ്ഡലങ്ങളുള്ള തമിഴ്നാട്ടിലാണ് ഏറ്റവും അധികം സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമാപിക്കുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് തമിഴ്നാട് തന്നെയായി മാറുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്താകമാനം മോദി തരംഗം അലയടിച്ചപ്പോഴും ജയലളിതയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന AIADMK 39 സീറ്റുകളിൽ 37 സീറ്റുകളിലും വിജയിച്ചു എന്നുള്ളതാണ്. എന്നാൽ 2019 വരുമ്പോൾ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ചടുലമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. ജയലളിതയുടെ മരണത്തിന് ശേഷമുള്ള ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നേരിടാൻ പോകുന്നത്. അവിടെ AIADMK ഉൾപ്പെടെ DMDK PMK ഉൾപ്പെടെയുള്ള കക്ഷികളെ അണിനിരത്തിക്കൊണ്ട് മഹാസഖ്യം രൂപീകരിച്ചുകൊണ്ട് BJP തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ DMKയും
സിയും കോൺഗ്രസും കൈകോർത്തുകൊണ്ടാണ് എതിർഭാഗത്തുള്ളത്. കർണാടകയിൽ നേരത്തെ സൂചിപ്പിച്ചു. മറ്റൊന്ന് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥും BSP അധ്യക്ഷ മായാവതിയും ഉൾപ്പെടെയുള്ളവർ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ വിലക്ക് നേരിടുന്നതിനിടെയാണ് ഉത്തർപ്രദേശിലെ 8 ലോക്സഭാ സീറ്റുകളിലെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കാൻ പോകുന്നത്. ഇതിൽ 4 മണ്ഡലങ്ങൾ എന്നത് സംവരണ മണ്ഡലങ്ങളാണ് എന്ന പ്രത്യേകതയുമുണ്ട്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ നടക്കും. പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കും. KP അഭിലാഷാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.